ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഒരു പ്രെപ്പിംഗ് ഫോർ 2025 വ്ളോഗാണ്. അങ്ങനെ 24 കഴിഞ്ഞു, 25 സ്റ്റാർട്ടായിട്ടുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോ 2025 മുന്നേ തന്നെ ഷൂട്ട് ചെയ്തിടണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ നടന്നില്ല കേട്ടോ. നമ്മൾ കൊച്ചിയിലൊക്കെ പോയി വന്ന് അതിൻ്റെ ക്ഷീണവും അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പനിയും ജലദോഷമൊക്കെ പിടിച്ചിട്ട് കുറേ ദിവസമായിട്ട് വയ്യാണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോസ് ഇടാൻ പറ്റാഞ്ഞത്. അങ്ങനെ ഇപ്പോൾ കുറച്ചൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ സൗണ്ട് ഒന്ന് ശരിയായി വരണുള്ളൂ കേട്ടോ. കൊച്ചി പോയി വന്നതിൻ്റെ അന്നും പിറ്റേഴ്സൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് എഡിറ്റ് ചെയ്ത് വോയിസ് അവിടെ കൊടുത്ത് ഇടുമ്പോഴത്തേനും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പനിയൊക്കെ പിടിച്ചപ്പോൾ അങ്ങനെ ലേറ്റായി. പിന്നെ കൊച്ചി വ്ളോഗ് വരുന്നുണ്ട് കേട്ടോ. ഒന്നെങ്കിൽ അടുത്ത വീഡിയോ അല്ലെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് വരാം. ഞാൻ വോളിൻ്റെ ഒരു കോർണറിലായിട്ട് ഇങ്ങനെ ഒരു ഷെൽഫ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കൊരു ഓർഗനൈസർ വേണം തോന്നിയപ്പോൾ ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ അവിടെ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കുകയാണ്. ആദ്യം ഞാൻ ബുക്സൊക്കെ വെച്ചിട്ടാണ് അവിടെ ഒന്ന് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു ഫ്രെയിമും അതേപോലെ തന്നെ ഒരു ചെറിയൊരു പോട്ടിൽ മണി പ്ലാന്റ് ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യട്ടോ. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ന്യൂ ഇയർ ഒക്കെ ആകുമ്പോൾ ന്യൂ സ്റ്റാർട്ടൊക്കെയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനത് മൊത്തത്തിൽ റൂമൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഹോൾ ഷെൽഫിൽ നമ്മൾ മൊത്തത്തിൽ ഒരു വൈറ്റ് കളറ് കൊടുത്ത കാര്യം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്ന ബെഡ്ഷീറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ അടുത്ത പരിപാടി ടേബിൾ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം അത്യാവശ്യം കുറേ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ടേബിളൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 2-3 വീക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാത്തിലും അത്യാവശ്യം നല്ല പൊടിയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് തന്നെ ഞാൻ ടേബിളിലുള്ള എല്ലാ സാധനങ്ങളും ഒന്ന് എടുത്തിട്ട് ബെഡിലേക്ക് വെക്കുകയാണ്. പിന്നെ ഓരോന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാവുമല്ലോ. അപ്പോൾ ലാപ്പും അതേപോലെ തന്നെ ബുക്സ് എല്ലാം ടേബിളിലുള്ള എല്ലാ ഐറ്റംസും ഞാൻ എടുത്തിട്ട് ബെഡിലേക്ക് വെക്കുന്നുണ്ട്. ക്ലീനിങ്ങും ഓർഗനൈസിങ്ങും ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള പരിപാടി ആയതുകൊണ്ട് എനിക്ക് ബോറടിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ പണികളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ സൈഡിൽ ഒരു മ്യൂസിക് പ്ലേ ചെയ്തിട്ട് ആണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യൽ. അങ്ങനെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ നോക്കുകയാണ് കേട്ടോ ചെയ്യണത്. ആദ്യം വെച്ച പോലെ വെക്കണ്ടെന്നാണ് ഞാൻ വിചാരിക്കണത്. ഒന്നും കൂടെ സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യത്തിനെക്കാട്ടിയും കുറച്ച് അധികമൊന്നുമില്ല. ആദ്യം ഉള്ളായിരുന്ന സാധനങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഒന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ടേബിൾ ക്ലീനിങ്ങിൻ്റെ പരിപാടി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ടേബിളിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. കുറച്ചൊക്കെ ആദ്യത്തെ ഉള്ള സാധനങ്ങളൊക്കെ തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഈ മിറർ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് മിറർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ടേബിൾ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം കുറേ ആയിട്ടുണ്ട് കേട്ടോ മിററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട്. അത്യാവശ്യം നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പണി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമുക്ക് 2025 വേണ്ടിയിട്ടുള്ള വിഷൻ ബോർഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിഷൻ ബോർഡ് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് എങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വിഷൻ ബോർഡിലേക്ക് വേണ്ട പിക്സും കാര്യങ്ങളൊക്കെ ഞാൻ ക്യാൻവയിലിട്ട് എഡിറ്റ് ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കാൻ കേട്ടോ ചെയ്തത്. ഞാൻ ലേസർ പ്രിൻ്റാണ് എടുത്തത്. A3 സൈസിൽ ലേസർ പ്രിൻ്റാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഇത് എത്രത്തോളം വർക്കിംഗ് ആണെന്ന് നമുക്ക് അറിയണ്ടേ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വർക്കിംഗ് ഒക്കെ ആവുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. കഴിഞ്ഞല്ലോ ഇതേപോലെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല കേട്ടോ. ഈ വിഷൻ ബോർഡും ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഗോൾസും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് അക്കംപ്ലീഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ പിൻട്രസ്റ്റിൽ നിന്ന് നമുക്ക് വേണ്ടിയിട്ടുള്ള പിക്ചേഴ്സ് എന്തൊക്കെയാണോ അതൊക്കെ പിൻട്രസ്റ്റിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഈ പിക്ചേഴ്സ് ആണെങ്കിലും അതേപോലെ തന്നെ കോഡ്സൊക്കെ നമ്മൾ ഈ വിഷൻ ബോർഡിൽ ആഡ് ചെയ്യും. അപ്പോൾ അതൊക്കെ ഒന്ന് പോയിട്ട് പിൻട്രസ്റ്റിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതേപോലെ കൊളാഷ് ചെയ്തിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പ്ലേസ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണുമ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുന്നതാണ് നമ്മൾ ഈ ഒരു സയൻറ്റിഫിക്കലി പറയുന്നത്. അങ്ങനെ നമ്മുടെ കട്ടിങ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ A3 സൈസിലാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്യാനായിട്ട് വിചാരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ ക്യാൻവയിൽ ഇട്ടിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഇതൊക്കെ ഒന്ന് നമുക്ക് അറേഞ്ച് ചെയ്ത് നോക്കണമല്ലോ. അപ്പോൾ ഫസ്റ്റ് ഏതൊക്കെ വെക്കണം എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കുകയാണ്. ഇതുപോലെ ഉണ്ടോ ഞാൻ അറേഞ്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിനു മുന്നേ വേറെ ഒരു മോഡലായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് അതെന്തോ ഒന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വേറൊരു മോഡലിലേക്കാക്കി. ഇനി ആ അറേഞ്ച് ചെയ്ത് വെച്ച
പിക്ചേഴ്സിനൊക്കെ ഒന്ന് എടുത്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ എങ്ങനെയാണോ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ കറക്റ്റായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി എല്ലാം സ്റ്റിക്ക് ചെയ്തിട്ട് കാണാം. അങ്ങനെ നമ്മുടെ പിക്ചേഴ്സൊക്കെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മെയിനായിട്ട് കോഡ്സും കാര്യങ്ങളൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ 2025 ഈസ് മൈ ഇയർ എന്ന് പറയുന്ന ആ ഒരു കോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കോഡ്സ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഫൈനലി നമ്മുടെ വിഷൻ ബോർഡ് സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് ടേബിളിൻ്റെ സൈഡിൽ തന്നെ കാണുകൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ശരിക്കൊന്നും വിസിബിൾ അല്ലാന്ന്. അപ്പോൾ ഞാൻ കർട്ടൻ്റെ ആ സൈഡിലായിട്ടാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇൻഷാല്ലാ 2025 കഴിയുമ്പോഴേക്കും ഇതൊക്കെ ഒന്ന് അച്ചീവ് ചെയ്യണം. ഇനി നെക്സ്റ്റ് ഞാൻ 2025 വേണ്ടിയിട്ട് ഒരു ജേണൽ ബുക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആമസോണിൽ നിന്നാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 250 റുപ്പീസിനുള്ളിലായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനത്തെ ഒരു ഡയറി അല്ലെങ്കിൽ ഒരു ജേണൽ ബുക്ക് നോക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ബ്രൗൺ കളർ ജേണൽ ബുക്കാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് അതിൻ്റെ ബാക്കിൽ എലാസ്റ്റിക് ഒക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ പേജസ് ഒക്കെ ഗ്രിഡിലാണ് കേട്ടോ വരുന്നത്. എൻ്റെ ഗ്രിഡ് പേജസ് വരുന്ന ജേണൽ ബുക്സ് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ ഗ്രിഡ് പേജസ് ഉള്ള ജേണൽ ബുക്ക് സെലക്ട് ചെയ്തത്. നമ്മൾ മേടിച്ച ജേണൽ ബുക്കിൻ്റെ കവർ പേജ് പ്ലെയിൻ ആണല്ലോ, ബ്രൗൺ കളറിൽ വരുന്നെങ്കിലും പ്ലെയിൻ ആയതുകൊണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കുറച്ചൊരു ഈസ്തെറ്റിക് വൈബ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓൾറെഡി ഞാൻ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഗ്രിഡിൽ വരുന്ന 2 ഡിസൈൻസ് ഞാൻ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ആദ്യം സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ മൈ ജേണൽ എന്ന് പറയുന്ന കുറച്ച് ലെറ്റേഴ്സൊക്കെ അതും ഞാൻ ഒരു ഷീറ്റിലായിട്ട് പ്രിൻ്റ് അടിച്ച് വെച്ചിട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോയിൽ തന്നെ ഞാൻ 2025 ഗോൾസും അഫർമേഷൻസും അതേപോലെ തന്നെ ജനുവരിത്തെ ബുള്ളറ്റ് ജേണലും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് പിന്നെ ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഏകദേശം 6 മണി ആവാനായിട്ടുണ്ടായിരുന്നു. സൺലൈറ്റൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ബാക്കി ചെയ്യാഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ സ്പ്രെഡ്സും കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ആയിട്ട് കാണിക്കാം. നിങ്ങളും ഇതുപോലെ ജേണലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഒരു മോഡലിൽ ഇനിയും ലേറ്റ് ആയിട്ടില്ല. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ജേണലിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.